നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നമ്മുടെ തിരുവാതിരക്കളിക്ക് പോയപ്പോഴേ നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ നല്ല ഒരു അരിനെല്ലി ഉണ്ടായിരുന്നു, അരിനെല്ലിച്ചെടി. അപ്പോൾ അരിനെല്ലിച്ചെടി ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അരിനെല്ലി ആദ്യമേ അവർ 8 കൊല്ലമായി അരിനെല്ലിയുടെ ചെടി വെച്ചിട്ട്. അതൊരുവിധം വലിയ മരമായി. അതിമൊറ്റ കായ ഇതേവരെ ഉണ്ടായിട്ടില്ല അത്രേ. അപ്പോൾ അരിനെല്ലിച്ചെടിമേ സുനന്ദ ഒരു മരുന്ന് ചെയ്തു. എന്താണെന്നറിയോ? ഒരു കത്തി എടുത്തിട്ട് അരിനെല്ലിയുടെ മരത്തിൻ്റെ തടി ഉണ്ടല്ലോ, ആ തടിയിൽ കുറച്ച് ഭാഗത്ത് വട്ടത്തിലിങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ വെട്ടുകത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി കളഞ്ഞു. അതിന് ശേഷം താഴെ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ മണ്ണും ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കുഴച്ച് നന്നായിട്ട് ആ മുറിഞ്ഞ ഭാഗത്ത് വെച്ച് തേച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി. ഇത് ഞാൻ ഈ പണി വേറെ പലരും ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് തടിയിൽ നിന്ന് കുറച്ച് തൊലി ഇങ്ങനെ ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിന് ചുറ്റും ചാണകം വെച്ചിട്ടും തേച്ചിട്ട് ചാണകം കൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് ഒരു തുണി പാവാട പോലെ ഇങ്ങനെ കെട്ടി വെക്കുക അത്രേ. അപ്പോൾ അതിന്മേൽ നിറയെ കായ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. പല ആൾക്കാരും അത് പരീക്ഷിച്ചിട്ട് സക്സസ്ഫുള്ളായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സുനന്ദി ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളുടെ പള്ളത്തെ ഒരു ജാതി ഉണ്ട്, അതിന്മേൽ കായ ഉണ്ടാവണില്ല, പെൺജാതി തന്നെയാണ്, തീരെ കുറവാണ്. അപ്പം ഞാൻ ജയശ്രീയോട് പറഞ്ഞു, ജയശ്രീ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ജാതിയുടെ തണ്ടുമ്പോൾ നല്ല വലിയ മരമാണേ, അത് വന്ന് ഇതുപോലെ വെട്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വെട്ടുകത്തി കൊണ്ടുപോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെട്ടിക്കളയല്ല, തൊലി ഇങ്ങനെ ചെത്തി. അപ്പം എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥ ഓർമ്മ വന്നു. ആ കഥ എന്താന്ന് വെച്ചാൽ, തിന്മയുടെ മേൽ നന്മയുടെ ആധിപത്യം, അതായത് തിന്മയുടെ മേലെ നന്മയുടെ വിജയം. അതാണ് ആ കഥയുടെ ആശയം തന്നെ. ആ കഥ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. പല അവസരങ്ങളിലും നമ്മൾ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ ചില ഭാഗങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അവിടെ നന്മ തിന്മ എന്നല്ല, അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ വേണ്ടത്ര മൂല്യം കിട്ടാനായിട്ട് നമ്മൾ ഈ കഥയിലെ പല ഭാഗങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ പലരും. നിങ്ങൾക്ക് ഞാൻ ഈ കഥ പറയുമ്പോൾ മനസ്സിലാവും. അതല്ലെങ്കിൽ ഞാനതിങ്ങനെ ആ സന്ദർഭങ്ങൾ എടുത്ത് പറഞ്ഞു തരാം. കഥ ഇതാണ് കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കുട്ടിക്കാലത്ത് കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അമ്മമാർ ഒക്കെ കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഈ കഥ ഇങ്ങനെയാണ്. ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി എന്ന് വെച്ചാൽ കുട്ടി എന്നർത്ഥം, ഒരു ആൺകുട്ടി, ഒരു 5-6 വയസ്സുള്ള ഒരാൺകുട്ടി. ഉണ്ണി എന്ന് പറയും നമ്മളല്ലേ കുട്ടികളെ, ആൺകുട്ടികളെ. അപ്പോൾ ഉണ്ണി മിടുക്കൻ കുട്ടിയാണ് കേട്ടോ. നല്ല നല്ല കഥകൾ കേട്ടും നല്ല നല്ല സുഭാഷിതങ്ങൾ കേട്ടൊക്കെ വളർന്നിട്ടുള്ള കുട്ടിയാണ്, മിടുക്കനാണ്. ഒരു ദിവസം അവൻ്റെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് അപ്പം കൊണ്ടുവന്നു. അപ്പം എന്ന് വെച്ചാൽ അറിയാം, നെയ്യപ്പം, ഉണ്ണിയപ്പമൊക്കെ ഇല്ലേ, അപ്പം കൊണ്ടുവന്നു. അപ്പം നമുക്കറിയാം, നെയ്യ് ശർക്കരയും ഒക്കെ ഒഴിച്ചുണ്ടാക്കിയ സൂപ്പർ അപ്പം, തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഉണ്ണിക്ക് അപ്പം കൊടുത്തപ്പോൾ ഉണ്ണി കുറേ അപ്പം തിന്നു. അപ്പം തിന്നപ്പോൾ ഉണ്ണിക്ക് തോന്നി, നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങളുടെ വിത്തൊക്കെ കുഴിച്ചിട്ടാൽ തൈക്കളുണ്ടാവും, അതിന് കുറേ കായകളുണ്ടാവും. അപ്പോൾ ഇത് അപ്പം ഒന്ന് കുഴിച്ചിട്ടാലോ, എന്നാൽ നമുക്ക് ഇനി അപ്പത്തിൻ്റെ തൈ ഉണ്ടാവും, അപ്പോൾ അപ്പം മരം ഉണ്ടാവും, കുറേ അപ്പങ്ങൾ കിട്ടും എന്നൊക്കെ കുട്ടി വിചാരിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുമെന്നറിയോ? ഒരപ്പം കൊണ്ടുപോയിട്ട് മണ്ണിലൊരു കുഴി കുത്തിയിട്ട് അതിൽ കുഴിച്ചിട്ടിട്ട് കുട്ടി പിറ്റേ ദിവസം വന്ന് നോക്കും, മുളച്ചുണ്ടോ അപ്പം എന്ന്. അപ്പം നോക്കുമ്പോൾ അപ്പം മുളച്ചിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് വിഷമമായി. കുട്ടി ഇപ്പോൾ ദേഷ്യപ്പെടുന്നു, ഇതുവരെ മുളച്ചില്ലേ ഈ അപ്പം എന്ന് വെച്ചിട്ട് കുട്ടി പറഞ്ഞേ, അപ്പമേ, നാളേക്ക് നീ മുളച്ച് വന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കത്തി ഉണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ നല്ലൊരു കത്തി ഉണ്ട്, ആ കത്തി കൊണ്ട് നിന്നെ 1-2 എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തും. അതായത് എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് നിന്നെ വെട്ടി നശിപ്പിക്കുന്നല്ല അർത്ഥം. പിറ്റേ ദിവസം നോക്കിയപ്പോൾ
അപ്പം മുളച്ചു വന്നിരിക്കണു. അത് കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, അപ്പം ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പം നീ നാളെ എൻ്റെ ചെടി അപ്പച്ചെടി നീ നാളേക്ക് വലുതായില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കത്തി കൊണ്ട് 1 2 1 2 എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവൻ ഈ അപ്പച്ചെടിയെ ഭീഷണിപ്പെടുത്തി അപ്പച്ചെടി വലുതായി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പച്ചെടി നാളേക്ക് ഇതിമ നിറച്ച് അപ്പം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കത്തി കൊണ്ട് 1 2 1 2 എന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോഴുണ്ടല്ലോ അപ്പോൾ മരത്തിമ്മ നിറയെ അപ്പം ഉണ്ടായി. അപ്പമൊക്കെ ഇങ്ങനെ വലുതായി മൂത്ത് പഴുത്ത് നിറയെ ഇങ്ങനെ അപ്പങ്ങളുണ്ടായി. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളൊരു ചെടി വെച്ചിട്ട് അത് വലുതാവുമ്പോൾ ഓരോ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കും അല്ലേ? വെച്ച ആൾക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. വെള്ളമൊഴിച്ച് അതിനെ വലുതാക്കി അതിന് പൂവുണ്ടായി കായുണ്ടായി. ആ കായൊക്കെ പഴുക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമല്ലേ? അങ്ങനെ ഉണ്ണിക്ക് സന്തോഷമായി. അവൻ ഈ അപ്പത്തിൻ്റെ ചോട്ടിൽ പോയപ്പോൾ അപ്പം നിറയെ നിൽക്കുക. അവൻ എന്ത് ചെയ്യുന്നറിയോ, ഈ മരത്തിന്മേൽ ഇങ്ങനെ കയറിയിട്ട് ഈ അപ്പങ്ങളൊക്കെ പൊട്ടിച്ചിങ്ങനെ തിന്നു തുടങ്ങി. നല്ല സ്വാദാണ്. അതിൻ്റെ മുകളിലിരുന്ന് അപ്പം തിന്നാണ് ഈ കുട്ടി. ഈ സമയത്ത് ഒരു രാക്ഷസി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, തമോ ഗുണമുള്ള ഒരു സ്ത്രീയാണ്. മനസ്സിലൊക്കെ തമോ ഗുണം, സത്വഗുണമല്ല, രജോ ഗുണമല്ല, തമോ ഗുണമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവമുള്ള ആൾക്കാരെ തന്നെ രാക്ഷസന്മാരെന്ന് നമ്മൾ പറയുക. ഇങ്ങനെയുള്ള രാക്ഷസി ഒരുത്തി ഇങ്ങനെ വരികയാണ്. വന്നിട്ട് ഈ അപ്പത്തിൻ്റെ മരം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലിരുന്ന് കുട്ടി ഇങ്ങനെ അപ്പം പൊട്ടിച്ച് തിന്നണ കണ്ടപ്പോൾ രാക്ഷസിക്ക് തോന്നി, ഓ അപ്പം തിന്നണ്ടല്ലോ കുട്ടി, കുറച്ച് അപ്പം ചോദിച്ച് ഈ കുട്ടിയെയും കൂടിയും പിടിച്ച് എനിക്ക് അവരെ തിന്നാലോ എന്നൊക്കെ വിചാരിച്ച് കുട്ടിയോട് പറഞ്ഞു, മോനെ ഉണ്ണി ഒരപ്പം എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ണി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരപ്പം അഴിമന്ന് പൊട്ടിച്ച് താഴ്ത്തിക്കിട്ട് കൊടുക്കും. രാക്ഷസിയാണോ അങ്ങനെ ആരാന്നും അന്വേഷിക്കണില്ല, ചോദിച്ചവർക്ക് കൊടുക്കുക എന്നുള്ളത് കുട്ടിയുടെ ധർമ്മമാണ്. ആവശ്യപ്പെടുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. തരുമോ മോനെന്ന് ചോദിച്ചപ്പോൾ അവനൊരു അപ്പം എടുത്ത് താഴ്ത്തിക്കിട്ടു. അപ്പോൾ അത് എടുത്തിട്ട് രാക്ഷസിക്ക് തിന്നാമായിരുന്നു. രാക്ഷസിയുടെ ഉന്നം അപ്പമായിരുന്നില്ല, ഈ കുട്ടിയെ പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ രാക്ഷസി പറയും, അയ്യോ മോനെ അത് ചെളിക്കുഴിയിൽ വീണു, എനിക്കെടുക്കാൻ കിട്ടില്ല, വേറെ പൊട്ടിച്ചതാ പറയും. അപ്പോൾ കുട്ടി വീണ്ടും ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പറയും, അയ്യോ മോനെ അത് മൂത്രക്കുഴിയിൽ പോയി, എനിക്കതെടുക്കാൻ പറ്റില്ല, വേറെ പൊട്ടിച്ചതാന്ന് പറയും. അങ്ങനെ 2 3 4 എണ്ണം എടുത്തു കൊടുത്തപ്പോഴും കുട്ടിയോട് രാക്ഷസി അങ്ങനെ പോയി എന്നാണ് പറയണത്. അപ്പോൾ അവസാനം രാക്ഷസി പറയും, മോനൊരു കാര്യം ചെയ്യുമോ, ഒരെണ്ണം പൊട്ടിച്ചിട്ട് അന്നത്തെ കാലത്ത് വെച്ചാൽ പണ്ടത്തെ കഥയാണല്ലോ, പണ്ടത്തെ കഥയിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സാധാരണ ട്രൗസറും ഷർട്ടൊന്നും അല്ല ഇടുക, അവർ കോണകം ഉടുക്കുക ചെയ്യുക, നല്ല പട്ടുകോണകം. 6 വയസ്സായ കുട്ടികളൊക്കെ ചെയ്യുന്ന നല്ല പട്ടുകോണകം ഉടുക്കും. കോണകം എന്ന് വെച്ചാൽ ഇവിടെ ഈ സൈഡിൽ കുത്തിയിട്ട് നൂലുമ്മ കെട്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ വാലുണ്ടായിരിക്കും. അപ്പോൾ നിൻ്റെ കോണകത്തിൻ്റെ വാലുണ്ടല്ലോ, ആ വാലും ഇങ്ങനെ കെട്ടിയിട്ട് വലിയ നീളത്തിലുള്ള ഒരു തുണിയാണ്, ഒരു കഷ്ണം റിബൺ പോലത്തെ ഇതാണ് കോണകം പറയണത്. നല്ല വീതിയുള്ള, നാണം മറയ്ക്കാൻ പാകത്തിന് വീതിയുള്ള നല്ല നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് കോണകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണകത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം മറച്ച് ബാക്കി അടിയിൽക്കൂടെ എടുത്ത് വാല് പോലെ ഇങ്ങനെ കിടക്കും, കോണം വാല് എന്ന് പറയും. ആ കോണം വാലുമ്പോൾ കെട്ടിയിട്ട് ഒരു അപ്പം എനിക്ക് താഴ്ത്ത് വീഴാണ്ടിരിക്കാനാണ് പറയണേന്ന് പറയും. അപ്പോൾ കുട്ടി പറയും ശരി എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഒരു അപ്പം പൊട്ടിച്ച് അവൻ്റെ കോണകം വാലെടുത്ത് അതിന്മേൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ രാക്ഷസി ആദ്യം ഇങ്ങനെ പിടിച്ച് ആ കുട്ടിയെ പിടിച്ച് രാക്ഷസിയുടെ ചാക്കിലാക്കിയിട്ട് രാക്ഷസി അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ രാക്ഷസിക്ക് കുളിക്കുകയൊക്കെ വേണം. വീട്ടിലെത്തിയിട്ടില്ല, കുളിക്കണേക്കാളും മുമ്പായിട്ട് രാക്ഷസി ഈ ചാക്ക് കെട്ട് വഴിയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ പോയ സമയത്ത് കുറച്ച് ഈ കുട്ടി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊതറി അവൻ ഒരു കണക്കിന് ചാക്ക് കെട്ടൊക്കെ അഴിച്ചിട്ട് പുറത്തേക്ക് കിടന്നിട്ട് അവിടെ നിന്ന് കുറേ കല്ലും മുള്ളും അതുപോലെ നനഞ്ഞ കുറേ പുല്ലും സാധനങ്ങളൊക്കെ ഈ ചാക്കിൽ നിറച്ച് കെട്ടിയിട്ട് അവിടെ വെച്ച് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയി, രക്ഷപ്പെട്ടു പോയി. രാക്ഷസി വന്നിട്ട് ഈ ചാക്ക് കെട്ടെടുത്ത് തലയിൽ വെച്ചപ്പോൾ ഈ മുള്ളൊക്കെ തലയിൽ കുത്തുക അങ്ങനെ.
അപ്പം രാക്ഷസി വിചാരിച്ചുകൂടാ ഉണ്ണി, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ പിച്ചണത്, എന്തിനാ നുള്ളണത്, എന്നെ വേദനിപ്പിക്കാല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ, വീട്ടിൽ വാ, നീ എന്നെ ഞാൻ വീട്ടിലെത്തട്ടെ, നിന്നെ ശരിയാക്കി തരാം. പിന്നെ വെള്ളമുള്ള പുല്ലാണ്. ഈ പുല്ലൊക്കെ തലയിലേക്ക് ഇങ്ങനെ വീണപ്പോൾ രാക്ഷസി വിചാരിച്ചു ഈ കുട്ടി എൻ്റെ തലയിൽ മൂത്രം ഒഴിക്കാന്നൊക്കെയാണ്. അവിടെ ഉണ്ണി, നീ എൻ്റെ തലയിലേക്ക് മൂത്രം ഒഴിക്കുകയാണ് അല്ലേ, നിന്നെ ഞാൻ അവിടെ ചെല്ലട്ടെടാ, ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് മോളെ വിളിക്കും. മോളുണ്ട് വീട്ടിൽ രാക്ഷസിയുടെ. മോളെ ഇങ്ങോട്ട് വാ, ഇന്ന് അമ്മ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക്, നല്ലൊരു ഉണ്ണിയെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഇന്ന് ഇവനെ വെട്ടി കഷ്ണങ്ങളാക്കി ഇറച്ചി വെച്ച് തിന്നാം, നല്ല സ്വാദുള്ള ഇറച്ചി തിന്നാം നമുക്ക്. രാക്ഷസന്മാർക്കാണ് ഇറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം മോള് വരും, നോക്കട്ടെ അമ്മ എവിടെയാണെന്ന് വെച്ചാൽ ചാക്ക് കെട്ട് അഴിക്കുമ്പോൾ ചാക്ക് കെട്ടിൽ എന്താ ഉള്ളത്, കുറേ കല്ല്, മണ്ണ്, പുല്ല്, അങ്ങനെ മുള്ള് ഇതൊക്കെയാണ് ഉള്ളത്. പറ്റിച്ചില്ലേ, രാക്ഷസിക്ക് ആകെ നാണക്കേടായി. അമ്പടാ ഉണ്ണി, നീ ഞങ്ങളെ പറ്റിച്ചൂല്ലേ, ശരിയാക്കി തരാടാന്ന് വെച്ചിട്ട് അന്നത്തെ അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ രാക്ഷസി വീണ്ടും പോകും. ഉണ്ണിയുടെ വീട്ടിൽ ചെല്ലും. ഉണ്ണി അപ്പോഴും മരത്തിന്മേൽ കയറി അപ്പം പൊട്ടിക്കുന്നു, തിന്നുന്നു, പിന്നെയും പൊട്ടിക്കുന്നു, തിന്നുന്നു. രാക്ഷസി വീണ്ടും പറയും ഉണ്ണി എനിക്ക് ഒരപ്പം താടാന്ന് പറയും. അപ്പോഴും ഉണ്ണി ഇന്നലത്തെ കാര്യമൊന്നും ഓർക്കണില്ല കേട്ടോ. കുട്ടികളുടെ മനസ്സല്ലേ, അവരുള്ളിൽ കളങ്കേ ഉണ്ടാവില്ല, അതാണ്. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് തന്നതല്ലേ, എന്നെ പിടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചേനെ. ഒന്നും ചോദിച്ചില്ല. അവൻ വീണ്ടും തലേ ദിവസത്തെ പോലെ അപ്പം പൊട്ടിച്ചു കൊടുത്തു. രാക്ഷസി പറഞ്ഞു താഴെ പോയി മോനെ എനിക്ക് ഇങ്ങനെ അവസാനം പറഞ്ഞു കോണം വാലുമ ഒരെണ്ണം കെട്ടിയിട്ട് താടാന്ന് പറഞ്ഞപ്പോൾ അവൻ അതേപോലെ തന്നെ അന്നും കൊടുത്തു കേട്ടോ. അന്നും കൊടുത്തിട്ട് അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അപ്പോഴും രാക്ഷസി പിടിച്ചിട്ട് ചാക്കിലാക്കി കെട്ടി രാക്ഷസി വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാക്ഷസി കുളിക്കാനൊന്നും കയറിയില്ല. ഇന്നലത്തെ പോലെ എൻ്റെ പറ്റിക്കാൻ നോക്കണ്ട, നേരെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് രാക്ഷസി ചാക്ക് കെട്ടി വീട്ടിൽ വെച്ചിട്ട് മോളോട് പറയും മോളെ ഇന്ന് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നീ ഇന്നൊരു കാര്യം ചെയ്തോ, അമ്മ കുളിക്കാൻ പോവുകയാണ്, അമ്മ കുളിച്ച് വരുമ്പോഴേക്കും ഇവനെ വെട്ടി കഷണമാക്കിയിട്ട് അവൻ്റെ ഈ ചോരയൊക്കെ എടുത്തൊരു കിണ്ടിയിൽ വെക്കുക, അമ്മയ്ക്ക് വരുമ്പോൾ കുടിക്കാനായിട്ട്. മനുഷ്യൻ്റെ ചോര കുടിക്കണം അമ്മയ്ക്ക്. പിന്നെ ബാക്കി ഇറച്ചി എടുത്തിട്ട് നീ നന്നായിട്ട് വരട്ടിയിട്ട് അമ്മയ്ക്കും മോൾക്കും കൂടി തിന്നാനായിട്ട് റെഡിയാക്കി വെക്കൂ എന്ന് പറഞ്ഞു. അപ്പം മോളോട് ശരി അമ്മേ ഞാൻ ചെയ്യാമെന്ന് പറയും മോള്. അങ്ങനെ അമ്മ കുളിക്കാൻ പോയി. രാക്ഷസിയുടെ മോള് ചാക്ക് തുറന്ന് ഉണ്ണിയെ പുറത്ത് കിടത്തി. അപ്പോൾ ഉണ്ണി രാക്ഷസിയുടെ മോളോട് പറയും ആ സുന്ദരിക്കുട്ടിയല്ലോ നീ എന്ന് പറഞ്ഞു. സുന്ദരിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ എന്തായാലും ഒന്നും മയങ്ങൂലേ, നീ നല്ല സ്വരാണല്ലോ എന്ന് കാക്കയോട് പറഞ്ഞപ്പോൾ കാക്കയെ നിൻ്റെ പാട്ട് കേട്ടിട്ട് കുറേ കാലമായല്ലോ, നിൻ്റെ ഈ മധുരമായ ഗാനം ഒന്നുകൂടി പാടൂ എന്ന് പറഞ്ഞപ്പോൾ കാക്ക നല്ല സുന്ദരി കാക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ കാക്ക പാട്ട് പാടിയ കഥ നമ്മൾ കേട്ടിട്ടില്ലേ. എന്നതുപോലെ രാക്ഷസി കുട്ടിയോട് ഉണ്ണി നല്ല സ്നേഹത്തിൽ ഓ സുന്ദരി ചേച്ചിയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, തരം പാട്ട് പാടാം, ചെയ്തു എന്നെ കൊന്നോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് നേരം കളിക്കാം എന്ന് പറഞ്ഞാൽ കുട്ടികളല്ലേ കളിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടില്ലേ. അങ്ങനെ അവരൊരുമിച്ച് കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നിൻ്റെ തലയിൽ പേനുണ്ടല്ലോ ചേച്ചി, ഞാൻ തലയിലെ പേൻ നോക്കി തരാം എന്നൊക്കെ പറയും. അപ്പോൾ രാക്ഷസിയുടെ മോള് എന്നാൽ പേൻ നോക്കി തരൂ പറഞ്ഞ് തലയൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ണി അവളുടെ തലയിൽ ഇങ്ങനെ പേനൊക്കെ നോക്കി ഇരിക്കല. ഉണ്ണി എന്ത് ചെയ്യും, ഒറ്റ വെട്ട് കൊടുക്കും. രാക്ഷസിയുടെ മോളെ വെട്ടിയിട്ട് കൊന്നിട്ട് അവളുടെ ചോര എടുത്തിട്ട് കിണ്ടിയിലാക്കിയിട്ട് വെക്കും. പിന്നെ അവളെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അവളെ നല്ല സൂപ്പർ ഒരു കറി വെച്ച് വരട്ടി ഉരുളിയിലാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ടാ ഉണ്ണി എന്ത് ചെയ്യുന്നറിയോ, പറത്തിൻ്റെ മുകളിൽ പറന്ന് ചെന്താണ് അടുക്കളയുടെ ഒക്കെ മുകളിൽ വിറക് വയ്ക്കാനായിട്ട് പറം കെട്ടും പണ്ടൊക്കെ. വിറക് വയ്ക്കാനായിട്ട് നല്ല ഈ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നല്ല ചൂടൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഈ പറത്തിലുള്ള വിറകൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ആ പറത്തിൻ്റെ മുകളിൽ പണ്ടൊക്കെ കായ വയ്ക്കും, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെക്കാം നമുക്ക്. ആ പറത്തിൻ്റെ മുകളിൽ ഉണ്ണി അവിടെ കയറി ഒളിച്ചിങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ രാക്ഷസി കുളിച്ചൊക്കെ വരും. കുളി കഴിഞ്ഞ് വന്ന് എവിടെ നോക്കുമ്പോൾ എന്താ കിണ്ടി നിറയെ ചോര.
ഉരുളി തുറന്ന് നോക്കുമ്പോൾ നിറച്ച് നല്ല ഇറച്ചിയൊക്കെ വരട്ടി വെച്ചിരിക്കുകയാണല്ലോ. ഹായ്, എന്താ രസം. മോളെ എവിടെയാണെന്ന് ചോദിക്കണമെന്നില്ല, മോളേന്ന് വിളിക്കണം പോലില്ല. കൊതി ഇളകിയില്ലേ രാക്ഷസിക്ക്. രാക്ഷസി അങ്ങനെ തന്നെ ആദ്യം തന്നെ ഈ കിണ്ടിയിലെ ചോര എടുത്ത് അങ്ങോട്ട് കുടിച്ചു. കൊടി കഴിഞ്ഞിട്ട് ആ ഇറച്ചിയുടെ പാത്രം എടുത്തിട്ട് വിളമ്പി കഴിക്കാനായിട്ട് കറുമുറേ അങ്ങോട്ട് കടിച്ച് തിന്നു തുടങ്ങിയപ്പോഴല്ലേ നമ്മുടെ ഉണ്ണി അതിൻ്റെ മുകളിൽ ഇരുന്ന് പറയണേ, താന്താൻ്റെ മക്കളെ താൻ തീനി, താന്താൻ്റെ മക്കളെ താൻ തീനി, അവരോരുടെ മക്കളെ അവരോരെന്നെ തിന്നിട്ടോന്ന്, നിൻ്റെ മോളെ തന്നെയാണ് നീ തിന്നണത് എന്ന്. അപ്പം രാക്ഷസി നോക്കിയേ, എന്തായി കഥ നോക്കി, മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താണ്, രാക്ഷസിയൽ കുട്ടിയല്ല, മോളിൽ ഉണ്ണിയിരിക്കുകയാണ്. എൻ്റെ മോളെയാണ് കൊന്നിക്കണത്. ഈശ്വരാ, പിന്നെ സങ്കടമായി രാക്ഷസിക്ക്. രാക്ഷസി ജീവിക്കുന്നത് തന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആർക്ക് വേണ്ടി ജീവിക്കാനാ? ഇനി ഞാൻ എന്തിനാ ജീവിക്കണത്? ഈശ്വരാ, സങ്കടമായി. അപ്പോൾ ഉണ്ണി ഇറങ്ങിയിട്ട് ഓടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ രാക്ഷസി ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. ഇതാണ് പറഞ്ഞു ഞാൻ, അധർമ്മത്തിന് മുകളിൽ ധർമ്മത്തിൻ്റെ വിജയമാണ് കണ്ടത്. രാക്ഷസി, അധർമ്മകാരിയായ രാക്ഷസിയുടെ അതിൻ്റെ മുകളിൽ ഉണ്ണിയുടെ ധർമ്മം സംരക്ഷിച്ചു. നമ്മളുടെ കഥയിലേക്ക് നമുക്ക് വീണ്ടും പോകാം, പിന്നാക്കം പോകാം വീണ്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മരത്തിമയൊക്കെ മരങ്ങൾ വിശേഷ ബുദ്ധി ഇല്ലാത്ത മരങ്ങളാണെന്ന് പറയുക. പക്ഷെ അവർക്കും ഭയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ എൻ്റെ അച്ഛൻ്റെ കത്തി കൊണ്ട് 1-2 പേടിപ്പിച്ചപ്പോൾ അത് വലുതായി എന്നും അതിന്മേൽ കായ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് കഥയല്ലേ, ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇത് കഥയല്ലേ, കഥയിൽ ഇപ്പം എന്താ പറയാൻ പാടില്ലാത്തതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ മരത്തിന്മേൽ 8 വർഷമായിട്ട് കായുണ്ടാവാത്ത അരിനെല്ലിയുമ വെട്ടുകത്തി കൊണ്ട് വെട്ടി ഇങ്ങനെ വെച്ചപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അരിനെല്ലി ഫുള്ളായിട്ട് പൂത്തു കായുണ്ടായി. സത്യം ഉണ്ടായ സംഭവമാണ്. ഞങ്ങളുടെ അരിനെല്ലി മാത്രമല്ല, ഞങ്ങളുടെ മീൻസ് എൻ്റെ എല്ലാ സ്വന്തം അരിനെല്ലി മാത്രമല്ല, പലരുടെ വീട്ടിലും ഇതേ കാര്യം ചെയ്തിട്ട് കായുണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കത്തി കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പേടിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. കത്തി അല്ലെങ്കിൽ ഇരുമ്പ് ആയുധം കൊണ്ട് എന്തെങ്കിലും അതിന്മേൽ ചെറിയ ഒരു സ്ക്രാച്ച് വരുത്തിയാൽ അതിന്മേൽ കായ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയണത്. വേറൊരു കാര്യം കൂടി എനിക്ക് അനുഭവത്തിൽ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ കൊയ്യേണ്ട സമയം വരില്ലേ, അപ്പോൾ മഴയൊക്കെ വരാറായി, ബുദ്ധിമുട്ടായി, പട്ടിണിയായി തുടങ്ങി, നെല്ലാണെങ്കിൽ വിളഞ്ഞിട്ടില്ല, കൊയ്യാറായിട്ടില്ല, നമ്മുടെ വീട്ടിലെ നെല്ല് കഴിഞ്ഞു, അരി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നെല്ല് കൊയ്യാറായിട്ടില്ലല്ലോ, കതിരായിട്ട് പകുതി വിളവായിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ കാരണന്മാർ പറയും, ഒരു കാര്യം ചെയ്യേ, നീ പോയിട്ട് 2 ചുരുട്ട് അവിടുന്ന് കൊയ്തെടുക്കുക എന്ന് പറയും. കാരണം ഈ അരിവാളിൻ്റെ ഈ മൂർച്ചയുള്ള അരിവാളിൻ്റെ ചൂട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ശൂര് ചെല്ലുമ്പോൾ എന്ന് പറയുക, അതിൻ്റെ മണം ചെല്ലുമ്പോൾ പെട്ടെന്ന് അത് വിളയൂത്രേ. സത്യം, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യൂത്രേ. വിളവായില്ലെങ്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അരിവാളുകൊണ്ട് കുറച്ച് ഇങ്ങനെ കൊയ്തെടുക്കും. അത് മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല, പകുതി മൂപ്പായി ഉണ്ടാവുള്ളൂ. ഇത്തിരി ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലൊക്കെ വിളയൂത്ര വേഗം. എന്നുവെച്ചാൽ തീരെ മൂക്കാത്തതെന്നല്ല പറയണത്, ഒരു വിധമായത് അരിവാളിൻ്റെ മണം വരുമ്പോൾ, അരിവാളിൻ്റെ ചൂട് വരുമ്പോൾ അവർ പെട്ടെന്ന് വിളയും എന്നാണ് പറയണത്. അപ്പോൾ ഇരുമ്പ് ആയുധങ്ങൾ ഒരു പക്ഷേ എനിക്ക് തോന്നണത് ഇങ്ങനെ തന്നെയാണ് മരങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് ഏശുന്നത് എന്നെനിക്ക് തോന്നണത്. നമ്മളീ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തുമ്പ് വെട്ടില്ലേ, പ്രോണിങ് എന്ന് പറഞ്ഞിട്ട്, അത് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും പൊട്ടിച്ചനച്ചുണ്ടാവുകയും പിന്നെ പൂവുണ്ടാവും കായ ഉണ്ടാവും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഈ കഥ എനിക്ക് ഓർമ്മ വന്നു, ഉണ്ണിയുടെ കഥ. അപ്പപ്പാട്ട് എന്നൊരു പാട്ടുണ്ട്, ഞാനത് പിന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പപ്പാട്ട് കഥ ഇഷ്ടമായോ?
പിന്നെ നിസ്സാര കഥയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. അതിൽ 2-3-4 കാര്യങ്ങളുണ്ട്. അധർമ്മത്തിന് എതിരായിട്ട് ധർമ്മത്തിൻ്റെ മുന്നേറ്റം, അധർമ്മത്തിനെ ഇല്ലാണ്ടാക്കുക, ധർമ്മം മുന്നേറുക. മറ്റൊന്ന് പറയണത്, ഈ വൃക്ഷങ്ങളിൽ വിശേഷബുദ്ധിയില്ല എങ്കിലും അവരിലും ഇങ്ങനെ ആയുധങ്ങൾ ചെല്ലുമ്പോൾ അവർ പേടിച്ചിട്ടൊന്നും ആവില്ല. അവർ പക്ഷേ ഇതിൻ്റെ ഈ ആയുധങ്ങളുടെ മണമോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടോ ഒക്കെ ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങുകയാണ് എന്ന് ഉണ്ണിയുടെ അപ്പക്കഥയിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അധർമ്മം ഇല്ലാണ്ടാക്കുക, ധർമ്മം ഉണ്ടാവുക. രാക്ഷസിയെ പോലുള്ള ആൾക്കാരെ സൂക്ഷിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലും രാക്ഷസിമാരൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരില്ലേ, അവിടെ ഉണ്ണികൾ ശ്രദ്ധാലുക്കളാവണം. പക്ഷേ ഉണ്ണികളുടെ അമ്മമാർ അതിനേക്കാളും ശ്രദ്ധാലുക്കളാകണം കേട്ടോ. ഉണ്ണികൾ മാത്രം പോരാ, വിചാരിച്ചാൽ പോരാ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശ്രദ്ധാലുക്കളാവുക. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ കേട്ടില്ലേ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ കഥയൊക്കെ. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ, വളരെ വളരെ ശ്രദ്ധിക്കുക. പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ കാലം. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് ഈ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.